സെക്കൻഡ് ഇയർ PG2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 5-ലുള്ള സ്പെഷ്യൽ ടൂൾസുകളെ കുറിച്ചാണ്. ലേണിംഗ് ഒബ്ജക്റ്റീവ് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെഷ്യൽ ടൂൾസ്. +1 ക്ലാസ്സുകളിൽ പ്ലംബിംഗ് വർക്കിന് ഉപയോഗിക്കുന്ന ജനറൽ ടൂൾസ്, പവർ ടൂൾസ് ഇവയെക്കുറിച്ച് നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ജനറൽ ടൂൾസ് എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറയാമോ? ജനറൽ ടൂൾസ് എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ് മുതലായവയാണ്. അതുപോലെ പവർ ടൂൾസ് എന്ന് പറയുമ്പോൾ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടൂൾസുകളെ കുറിച്ചാണ്. എന്താണ് സ്പെഷ്യൽ ടൂൾസ്, ഏതൊക്കെയാണ് പ്രധാന സ്പെഷ്യൽ ടൂൾസ്, അവയുടെ ഉപയോഗം എന്തൊക്കെ, അതുപോലെ അവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി പോയിന്റ്സ് എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി എന്താണ് സ്പെഷ്യൽ ടൂൾസ്? സ്പെഷ്യൽ ടൂൾസ് ആർ ദ ടൂൾസ് യൂസ്ഡ് ഫോർ സം സ്പെസിഫിക് ഓർ സ്പെഷ്യൽ പർപ്പസസ്. ചില പ്രത്യേക പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് സ്പെഷ്യൽ ടൂൾസ്. ദേ ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് നെസസറി ടു ഡു സം സ്പെസിഫിക് പ്ലംബിംഗ് ഓപ്പറേഷൻസ്. ചില പ്രത്യേക പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് അവ വളരെ അത്യാവശ്യമാണ്. ഇനി പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടൂൾസുകളെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേതാണ് ബേസിൻ റെഞ്ച്. ഇത് ബേസിൻ റെഞ്ചിൻ്റെ ചിത്രമാണ്. The basin wrench is a T-shaped tool plumbers use specifically to work on faucet. ഫോസറ്റുകളിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂളാണ് ബേസിൻ റെഞ്ച്. The clamp-like mechanism on one end of these wrenches allow plumbers to reach into narrow spaces and loosen or tighten the nuts that keep our faucets working and not leaking. ബേസിൻ റെഞ്ചിൻ്റെ ഒരറ്റത്തുള്ള ഈ ക്ലാമ്പ് മെക്കാനിസം ഉപയോഗിച്ച് ഫോസറ്റുകളുടെ നാരോ പോർഷനിലുള്ള നട്ട്സ് ടൈറ്റൻ ചെയ്യാനും ലൂസൺ ചെയ്യാനും സാധിക്കും. സെക്കൻഡ് വൺ ഈസ് അലൻ കീ. ഈ ചിത്രത്തിൽ അലൻ കീ സെറ്റ് കാണിച്ചിരിക്കുന്നു. പല വലുപ്പത്തിലുള്ള അലൻ കീസ് ആണ് ഈ ചിത്രത്തിലുള്ളത്. എ ഹെക്സ് കീ ഓർ അലൻ കീ ഈസ് എ സിമ്പിൾ ടൂൾ യൂസ്ഡ് ടു ഡ്രൈവ് ബോൾട്ട്സ് ആൻഡ് സ്ക്രൂസ് വിത്ത് ഹെക്സഗണൽ സോക്കറ്റ്സ് ഇൻ ദർ ഹെഡ്. അലൻ കീയുടെ വേറൊരു പേരാണ് ഹെക്സ് കീ. ഇത് ഉപയോഗിച്ച് ഹെക്സഗണൽ ഷേപ്പിലുള്ള സ്ക്രൂ, ബോൾട്ട് മുതലായവ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ദ ടൂൾ ഈസ് ആക്ച്വലി ഫോംഡ് ഓഫ് എ സിംഗിൾ പീസ് ഓഫ് ഹെക്സഗണൽ റോഡ് ഓഫ് ഹാർഡ് സ്റ്റീൽ വിത്ത് ബ്ലണ്ട് എൻഡ്സ് ദാറ്റ് ആർ മെന്റ് ടു ഫിറ്റ് ടൈറ്റ്ലി ഇൻ ടു ദ സ്ക്രൂ സോക്കറ്റ് ബെൻഡ് ഇൻ എൻ എൽ ഷേപ്പ് വിത്ത് അൺഈക്വൽ ആംസ്. അലൻ കീ എന്ന് പറയുന്നത് എൽ ഷേപ്പിലുള്ള ഹാർഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു ഉപകരണമാണ്. ഇതിന് 2 ആംസ് ഉണ്ട്. അൺഈക്വൽ ആണ് 2 ആംസും. ഒരു ഷോർട്ട് ആമും ഉണ്ട്, ഒരു ലോങ് ആമും ഉണ്ട്. ഈ ഷോർട്ട് ആമിൻ്റെ അറ്റത്ത് ഒരു ഹെക്സഗണൽ സോക്കറ്റ് ഉണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ നട്ട്സ് ഡ്രൈവ് ചെയ്യുന്നത്. അടുത്ത സ്പെഷ്യൽ ടൂളാണ് ഫോസറ്റ് കീ. ഈ ചിത്രം ഒരു ഫോസറ്റ് കീയുടേതാണ്. ഫോസറ്റ് കീസ് ആർ സ്മോൾ എക്സ്-ഷേപ്ഡ് ടൂൾസ് ഡിസൈൻഡ് ടു ഓപ്പൺ ആൻഡ് ക്ലോസ് സ്പിഗട്ട്സ് ആൻഡ് സിൽക്കോക്സ്. സ്പിഗട്ട്, സിൽക്കോക്ക് മുതലായവ ഓപ്പൺ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന എക്സ് ഷേപ്പിലുള്ള ടൂളാണ് ഫോസറ്റ് കീ. സ്പിഗട്ട് ഓർ സിൽക്കോക്ക് ഇസ് ആൻ ഔട്ട്ഡോർ വാട്ടർ ഫോസറ്റ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ എക്സ്റ്റീരിയർ ഓഫ് എ ഹൗസ്. ദേ ആർ സംടൈംസ് റെഫേർഡ് ടു ആസ് എ ഹോസ് പിപ്പ്. ഹോസുകൾ പിടിപ്പിക്കുന്നതിന് വേണ്ടി വീടിൻ്റെ എക്സ്റ്റീരിയർ ഭാഗത്ത് നൽകുന്ന വാട്ടർ ഫോസറ്റുകളാണ് സ്പിഗട്ട് അല്ലെങ്കിൽ സിൽക്കോക്ക്. ഇവയുടെ റിപ്പയർ വർക്കുകൾക്കാണ് ഫോസറ്റ് കീ ഉപയോഗിക്കുന്നത്. അടുത്ത ടൂളാണ് ടങ് ആൻഡ് ഗ്രൂവ് പ്ലയർ. ടങ് ആൻഡ് ഗ്രൂവ് പ്ലയേഴ്സ് ആർ പ്ലയേഴ്സ് വിത്ത് സെറേറ്റഡ് ടീത്ത് ദാറ്റ് ഗ്രിപ്പ് ഫ്ലാറ്റ്, സ്ക്വയർ, റൗണ്ട് ഓർ ഹെക്സഗണൽ ഒബ്ജക്റ്റ്. ഈ ഭാഗമാണ് സെറേറ്റഡ് ടീത്ത്. ഇത്തരം പല്ലുപോലുള്ള ഭാഗം ഉപയോഗിച്ച് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ക്വയർ, റൗണ്ട്, ഹെക്സഗണൽ ഒബ്ജക്റ്റുകളെ നന്നായി ഗ്രിപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ദ ജോസ് ക്യാൻ ബി സെറ്റ് ഇൻ അപ് ടു 5 പൊസിഷൻസ് ബൈ സ്ലിപ്പിംഗ് ദ കർവ്ഡ് റിഡ്ജ് ഇൻ ടു ദ ഡിസൈർഡ് ഗ്രൂവ്. ഇവിടെയുള്ള ഗ്രൂവുകളിലേക്ക് ഇത് മാറ്റി ഇടുമ്പോൾ നമുക്ക് 5 വിവിധ പൊസിഷനുകളിൽ ഇത്തരം പ്ലയറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. Large tongue and groove pliers are often used to hold pipes because the longer handles give more leverage. ഇതിൻ്റെ ഹാൻഡിൽസ് വളരെ ലെങ്ത് ഉള്ളതാണ്. ഇത്തരം ലെങ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഹോൾഡിംഗ് ടൂളായിട്ടും ഇത് ഉപയോഗിക്കാം.
ഇത് ടങ് ആംഗിൾ പ്ലെയർ ഉപയോഗിച്ച് വാഷ് ബേസിൻ്റെ കീഴിലുള്ള ആംഗിൾ കോക്ക് ലൂസൺ ചെയ്യുന്ന ഒരു ചിത്രമാണ്. അടുത്തതായി ട്യൂബിംഗ് കട്ടർ. ഇതാണ് ട്യൂബിംഗ് കട്ടർ. എ പൈപ്പ് കട്ടർ ഇസ് എ ടൈപ്പ് ഓഫ് ടൂൾ യൂസ്ഡ് ബൈ പ്ലംബേഴ്സ് ടു കട്ട് പൈപ്പ്. പൈപ്പ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്യൂബിംഗ് കട്ടർ. Besides producing a clean cut, the tool is often a faster, cleaner and more convenient way of cutting pipe than using a hacksaw, although this depends on the metal of the pipe. വളരെ നീറ്റായി കട്ട് ചെയ്യുന്നതിന്, അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂളാണ് ട്യൂബിംഗ് കട്ടർ. അടുത്തത് കോക്കിംഗ് ഗൺ. ഇത് ഒരു കോക്കിംഗ് ഗണ്ണിൻ്റെ ചിത്രമാണ്. എ കോക്കിംഗ് ഗൺ ഈസ് എ ടൂൾ ദാറ്റ് ഹോൾഡ്സ് എ ട്യൂബ് ഓർ കാട്രിഡ്ജ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സീലിംഗ് അപ്പ് ഗ്യാപ്പ് ആൻഡ് ക്രാക്സ് ഇൻ ദ ഹോം. ചെറിയ ഗ്യാപ്പുകൾ, അതായത് പ്ലംബിംഗ് ഫിക്ചേഴ്സ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഗ്യാപ്പുകൾ, അതുപോലെ ചെറിയ ചെറിയ ക്രാക്കുകൾ തുടങ്ങിയവ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, സ്പെഷ്യൽ ടൂളാണ് കോക്കിംഗ് ഗൺ. കോൾ ക്യാൻ ബി മെയ്ഡ് ഓഫ് സിലിക്കൺ ഓർ ലാറ്റക്സ് and is used to bond a wide range of materials like metal, glass, wood and ceramic. കോൾക്കായി ഉപയോഗിക്കുന്നത് സിലിക്കൺ അല്ലെങ്കിൽ ലാറ്റക്സ് മുതലായ വസ്തുക്കളാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ബോണ്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത സ്പെഷ്യൽ ടൂളാണ് ബോർസ്കോപ്പ്. ഇതാണ് ബോർസ്കോപ്പ്. ബോർസ്കോപ്സ് ആർ യൂസ്ഡ് ടു സീ ദി ഒബ്സ്ട്രക്ഷൻസ് ഇഫ് എനി ഇൻ ദ സിവർ ലൈൻ. സിവർ ലൈനിനകത്ത് ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂളാണ് ബോർസ്കോപ്പ്. ദ സ്മോൾ ക്യാമറാസ് tethered by a long flexible cable are meant to be inserted far down into drains and sewer lines to give professionals a better look at the condition of the piping and whatever may be obstructing it. സിവർ ലൈൻസിൽ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ലോങ് ഫ്ലെക്സിബിൾ കേബിളിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ വഴി സാധിക്കുന്നു. സ്മോളർ പ്ലംബിംഗ് ഔട്ട്ഫിറ്റ്സ് ക്യാൻ നൗ യൂസ് മോഡൽസ് ദാറ്റ് കണക്ട് ഡയറക്ട്ലി ടു സ്മാർട്ട് ഫോൺ ഫോർ ഫാസ്റ്റ് കൺവീനിയൻറ്റ് ആപ്ലിക്കേഷൻ. ചെറിയ ഒരു സ്മാർട്ട് ഫോൺ ഘടിപ്പിച്ച് നമുക്ക് ഈ ക്യാമറയിൽ നിന്നുള്ള ഒബ്സ്ട്രക്ഷൻസ് എന്താണോ അത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത സ്പെഷ്യൽ ടൂളാണ് പ്ലംബേഴ്സ് ടോർച്ച്. ഇത് ഒരു പ്ലംബേഴ്സ് ടോർച്ചിൻ്റെ ചിത്രമാണ്. മെനി പ്ലംബേഴ്സ് സീൽ കോപ്പർ പൈപ്പിംഗ് ബൈ സോൾഡറിങ് ഇറ്റ്. എല്ലാവർക്കും സോൾഡറിങ് എന്താണെന്ന് അറിയാമോ? എന്താണ് സോൾഡറിങ്? മെറ്റൽ പാർട്ടുകളെ ഉരുക്കി ജോയിൻ ചെയ്യിക്കുന്ന പ്രവർത്തനമാണ് സോൾഡറിങ്. യു നീഡ് ഹീറ്റ് ടു സോൾഡർ. ഇപ്പോൾ സോൾഡർ ചെയ്യണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? നമുക്ക് ഹീറ്റ് ആവശ്യമാണ്. Plumbers' torches are small handheld tools that allow plumbers to apply intense heat in precise areas, soldering and sealing new piping for installs and replacements. ഈ പ്ലംബേഴ്സ് ടോർച്ച് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഹീറ്റ് ഉപയോഗിച്ച് മെറ്റൽ പാർട്ടുകളിൽ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഏരിയകളിൽ ആവശ്യമായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സും അതുപോലെ ജോയിനിങ്ങും ഒക്കെ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് പ്ലഞ്ചർ. ഈ ചിത്രം പ്ലഞ്ചറിൻ്റെതാണ്. എ പ്ലഞ്ചർ ഇസ് എ ടൂൾ യൂസ്ഡ് ടു ക്ലിയർ ബ്ലോക്കേജസ് ഇൻ ഡ്രെയിൻസ് ആൻഡ് പൈപ്പ്സ്. ഡ്രെയിനുകളിലും പൈപ്പുകളിലും വരുന്ന ബ്ലോക്കുകളെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂളാണ് പ്ലഞ്ചർ. It consists of a rubber suction cup with an attached stick or shaft usually made of wood or പ്ലാസ്റ്റിക്. വുഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ഷാഫ്റ്റിനറ്റത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു റബ്ബർ സക്ഷൻ കപ്പ്. ഇതാണ് പ്ലഞ്ചറിൻ്റെ പാർട്സ്. ഇതുപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് ഡ്രെയിൻ സ്നേക്ക്. പ്ലംബർ സ്നേക്ക് or drain snake is a slender flexible auger used to dislodge clogs in plumbing. പ്ലംബിങ്ങിൽ വരുന്ന വലിയ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലംബർ സ്നേക്ക്. സാധാരണ പ്ലഞ്ചർ ഉപയോഗിച്ച് മാറ്റാൻ പറ്റാത്ത ബ്ലോക്കുകൾ ഡ്രെയിൻ സ്നേക്ക് ഉപയോഗിച്ചാണ് റിമൂവ് ചെയ്യുന്നത്. എ പ്ലംബർ സ്നേക്ക് ഈസ് ഓഫൺ യൂസ്ഡ് ബൈ പ്ലംബേഴ്സ് ടു ക്ലിയർ എ ക്ലോഗ്ഡ് ഡ്രെയിൻ പൈപ്പ് ഓർ സാനിറ്ററി സിവർ.
ബ്ലോക്കായി കിടക്കുന്ന സാനിറ്ററി സിവർ ലൈൻസ് അല്ലെങ്കിൽ ഡ്രെയിൻ ലൈൻസിലെ ബ്ലോക്കുകൾ മാറ്റുന്നതിന് വേണ്ടി പ്ലംബേഴ്സ് സ്നേക്ക് ഉപയോഗിക്കുന്നു. പ്ലംബേഴ്സ് സ്നേക്ക് ഉപയോഗിച്ച് വാഷ് ബേസിനിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബ്ലോക്ക് റിമൂവ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും സ്പെഷ്യൽ ടൂൾസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഇവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. സേഫ്റ്റി ഡ്യൂറിങ് വർക്ക്. യൂസ് ദി കറക്റ്റ് മെത്തേഡ്സ് ഗിവൺ ഇൻ ദ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓഫ് ടൂൾസ് വൈൽ യൂസിങ് ദം. ഈ ഓരോ സ്പെഷ്യൽ ടൂൾസും വാങ്ങിക്കുമ്പോൾ അതിനൊപ്പം കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ ശരിയായി റീഡ് ചെയ്ത് കറക്റ്റ് മെത്തേഡിൽ ഉപയോഗിക്കുക. യൂസ് ദ ടൂൾസ് ഫോർ ദ സ്പെസിഫൈഡ് വർക്ക്സ് ഓൺലി. ഏത് പർപ്പസിനാണോ ആ സ്പെഷ്യൽ ടൂൾ, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. കീപ് ദ ടൂൾസ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് എൻഷുർ റിക്വയർഡ് മെയിൻ്റനൻസ്. ടൂൾസ് എല്ലായ്പ്പോഴും ആവശ്യമായ മെയിൻ്റനൻസ് ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ സൂക്ഷിക്കുക. എൻഷുർ ദാറ്റ് നെസസറി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ആർ അവൈലബിൾ. സ്പെഷ്യൽ ടൂൾസ് കൈകാര്യം ചെയ്യുന്ന സമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡു നോട്ട് അപ്ലൈ എക്സസീവ് ഫോഴ്സ്. ഒരിക്കലും അമിതമായി മർദ്ദം പ്രയോഗിച്ച് ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. ഇൻസ്പെക്ട് ദി ടൂൾസ് റെഗുലർലി. സ്പെഷ്യൽ ടൂൾസ് റെഗുലറായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. വെയർ സേഫ്റ്റി ഷൂസ്, ഹെൽമെറ്റ്, ഗ്ലൗസ്, ഗോഗിൾസ് എക്സെട്ര. പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസുകളായ സേഫ്റ്റി ഷൂസ്, ഹെൽമെറ്റ്, ഗ്ലൗസ്, ഗോഗിൾസ് തുടങ്ങിയവ ഉപയോഗിക്കുക. ഇത്രയുമാണ് സ്പെഷ്യൽ ടൂൾസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട. ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ആദ്യമായി നമ്മൾ സ്പെഷ്യൽ ടൂൾസ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് സ്പെഷ്യൽ ടൂൾസ് ആൻഡ് ദെയർ യൂസസ് മനസ്സിലാക്കി. ഏകദേശം ഒരു 10ഓളം സ്പെഷ്യൽ ടൂൾസിനെയും അവയുടെ ഉപയോഗത്തെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സേഫ്റ്റി ഡ്യൂറിങ് വർക്ക് വൈൽ യൂസിങ് സ്പെഷ്യൽ ടൂൾസ്. സ്പെഷ്യൽ ടൂൾസ് കൈകാര്യം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട സേഫ്റ്റി പോയിന്റ്സ് മനസ്സിലാക്കി. ഇനി അടുത്തതായി ആക്ടിവിറ്റി സെക്ഷനാണ്. ആക്ടിവിറ്റി 1 ഈസ് റൈറ്റ് ആൻ അസൈൻമെൻറ്റ് ഓൺ സ്പെഷ്യൽ ടൂൾസ് യൂസ്ഡ് ഇൻ പ്ലംബിംഗ് ഓപ്പറേഷൻസ്. സ്പെഷ്യൽ ടൂൾസിനെ കുറിച്ചൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കുക. ആക്ടിവിറ്റി 2 ഐഡൻറ്റിഫൈ ദ ഗിവൺ ടൂൾസ് ആൻഡ് ദെയർ യൂസസ്. ഇവിടെ കുറച്ച് ടൂൾസിൻ്റെ ചിത്രം മിക്സ്ഡായി തന്നിട്ടുണ്ട്. ഇവയെ ഐഡൻറ്റിഫൈ ചെയ്ത് അവയുടെ യൂസസ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഇന്നത്തെ ഡിസ്കഷന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിരിക്കുന്നത് www.serviceation.com/blog/best-plumbing-tools1 and Google Images. Thank you all.